എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയൊക്കെ കഴിഞ്ഞ് ചിറ്റൂർ എടുക്കാറായി. ഞങ്ങൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയത്. അറിയോ രണ്ടുപേരെ? പശിക്കുന്ന പറഞ്ഞ് രണ്ടുപേരെ ഇവിടെ ഇരിപ്പുണ്ട്. ആണോ? രാത്രി 2 മണിക്ക് നിനക്ക് പശിക്കാൻ തുടങ്ങിയാണോ? ഇടയ്ക്ക് കടയൊന്നും കണ്ടില്ലായിരുന്നു, എല്ലാം മേടിച്ചു കൊടുക്കാം. ശരിയാ. നിനക്ക് വിശക്കുന്നത് എന്തിനാ രാജേട്ടൻ നിർത്തുന്നത്? നമ്മുടെ മസാല ദോശ എത്തി. എനിക്ക് ഇവിടുത്തെ ചട്നി മാത്രമേ ഇഷ്ടമല്ല, കടല ചട്നിയാണ്. എനിക്കും ഇഷ്ടമില്ല. നല്ല തേങ്ങാ ചട്നിയാണ് നല്ലത്. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയല്ലേ, ചട്നിയും ഇഡ്ഡലി വട എല്ലാം കിട്ടും. അപ്പം എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് 66ലേക്ക് കയറാന്നാ. ഞാൻ ഓടിക്കണം? ഞാനാണ് ഓടിച്ചോളാം. ഐസ്ക്രീമൊക്കെ കഴിച്ചോ? പിന്നെ ഏത് ഐസ്ക്രീമാ കിട്ടിയത്? ആണോ? ഇങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ പുത്തേട്ടാണല്ലോ സിക്കിമും മേഘാലയം നേപ്പാളും ഭൂട്ടാനും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിറ്റൂർ 35 കിലോമീറ്റർ. അതെ അതെ ചേച്ചി. ചേച്ചിയോട്ട് എന്ത് ചെയ്യുന്നിട്ട്? ദൂരെ പോയോ? കാരവണ്ടി ആരാ ഓടിക്കുന്നേ? അതല്ല, ആരൊക്കെ ഉണ്ട്? പിന്നാരാ ഉള്ളേ? മാന്തോപ്പ്. അതെ, അതേലല്ലേ ഇഷ്ടംപോലെ മാമ്പഴമുണ്ട്, മാങ്ങയുണ്ട്. പറിച്ചോണ്ട് പോയാൽ അവർ ഓടിക്കും. അവിടെ വേലി കെട്ടി വെച്ചേക്കുന്നുണ്ടോ കയറാതെ? ഇവിടെ എല്ലാം ഇഷ്ടംപോലെ മാന്തോപ്പുണ്ട്. ഇത്തവണ നമ്മൾ കാരവനും ലോറിയുമായിട്ടൊരു ഫാമിലി ട്രിപ്പായിരുന്നു, വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട്. ഇല്ല, 2 പേരെ കൊണ്ടുവന്നില്ല. അവരെ മറന്നുപോയോ? അവരെ മറന്നൊന്നും പോയില്ല, അവരെ കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, പരീക്ഷ ആയതുകൊണ്ടല്ലേ. നമ്മുടെ സിക്കിം മേഘാലയ ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കറങ്ങിയത് മേഘാലയം വെസ്റ്റ് ബംഗാളുമാണ്. ലാസ്റ്റ് സിക്കിമിലേക്ക് എന്നപ്പോഴത്തേനും മഴയായിപ്പോയി, കാലാവസ്ഥ വളരെ മോശം. സിക്കിമാണ് നമ്മൾ ഏറ്റവും അധികം കറങ്ങണമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലായിടത്തൂടെ കറങ്ങി സിക്കിമിൽ ചെന്നപ്പോഴത്തേനും ഭയങ്കര മഴയും മഞ്ഞും ആ പല കാലാവസ്ഥ ഭയങ്കര മോശമായിപ്പോയി. സൂര്യനെ കണ്ടേയില്ല. അതുകൊണ്ട് പിന്നെ നമ്മളവിടെ വെട്ടിച്ചിറുക്കി ശകലം മാത്രം കറങ്ങിയിട്ടിങ്ങനെ പോകുന്നു. അപ്പോൾ ഇനിയും സിക്കിം നല്ലപോലെ നമുക്കൊന്ന് നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയും കൊണ്ടൊന്ന് സിക്കിം കറങ്ങണം. കറങ്ങി ഇനിയും കറങ്ങണം. വീട്ടിൽ നിന്ന് ആരും സിക്കിമിന് പോയിട്ടില്ല, ആദ്യമായിട്ട് പോവായിരുന്നു. അതെ. വെളുപ്പിന് എത്ര മണി വരെ ഓടിച്ചു? 4 മണി വരെ ഓടിച്ചുള്ളൂ. ആണോ? 4 മണിക്കാണോ ആശാനെ വിളിച്ചത്? 4 മണിക്ക് ആശാനെ വിളിച്ചു. എന്നോട് പറഞ്ഞായിരുന്നു ഏതേലും പമ്പും ചായക്കടയൊക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയി നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു. കറക്റ്റ് ചായക്കട ഉള്ളിടത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി. അതും മറ്റേ കുമ്പോളം ഫിൽറ്റർ കോഫി കിട്ടുന്നിടത്ത് കൊണ്ടുപോയി നിർത്തിട്ടു. അത് ശരി. കുഞ്ഞിക്കിളി അതുവരെ ഇരുന്നോ? കുഞ്ഞിക്കിളി അതുവരെ ഇരുന്നു, ചുമ്മാ ഫോണിലൊക്കെ നോക്കി പാട്ടൊക്കെ വെച്ച് അവിടെ ഇരുന്നു. ഞാനോർത്ത് കുഞ്ഞിക്കിളി ഇടയ്ക്ക് കിടന്നായിരിക്കുമെന്ന്. ഇല്ലില്ല, ചുമ്മാ ഇന്നലെ അവിടെ ഇരുന്നു. ഇന്നലെ പകലൊന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതെന്നോട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയോണ്ട് രാത്രി ഉറക്കം വരുന്നത്. ഇന്നലെ ഡീസൽ അടിക്കാൻ വേണ്ടി 1-2 പമ്പിൽ കയറിട്ടൊന്നും ഡീസൽ ഇല്ലായിരുന്നു. മിക്കടത്തും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പമ്പിൽ നിന്ന് കിട്ടി. അത് ശരി. ബംഗളൂരു 197, കടപ്പ 146, NH 140. കടപ്പ എന്നുള്ളത് കടപ്പ കല്ലിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. അത് ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അവിടെ കടപ്പക്കല്ലുള്ള. എത്ര ദിവസം കൂടിയല്ലേ ഇത്രയും നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം കാണുന്നത്? ഒഡീഷ വരെ മൂടലായിരുന്നു. ഒഡീഷ ഇന്നലെ ആന്ധ്രയിലൊക്കെ അതായിരുന്നു അല്ലേ, ഒരു മൂടിയ അന്തരീക്ഷമായിരുന്നു. ആ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞാന്ന് തോന്നുന്നു. അതെ, അത് അവിടുന്ന് വീൽ ഊരിപ്പോയതാട്ടോ. എന്നിട്ട് ഇവിടെ ഇറങ്ങി വന്ന് നിന്നേ.
ഡ്രൈവർ അവിടെ ഉണ്ട്. വണ്ടിയുടെ ഡ്രൈവർ വണ്ടിയുടെ അടുത്തുണ്ട്. അത് വർക്ക്ഷോപ്പിൽ പോയതായിരിക്കും, അത് ശരിയാക്കാൻ വേണ്ടിട്ട്. ആ റോഡ് നല്ല അടിപൊളിയാ, 6 ലൈൻ ഹൈവേയാ. ഇവിടെ എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടാകങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, കാറ്. ഓയ്യോ, പപ്പടം പോലെ ഒടിഞ്ഞു കിടക്കുന്നു വണ്ടിയേ. ഇത് നല്ല വഴിയല്ലേ, ഭയങ്കര സ്പീഡിൽ വന്നാ. നേരെ വല്ലതും ഉറങ്ങിപ്പോവോ വല്ലതും ചെയ്തായിരിക്കും, അങ്ങനെ പോയി ഇടിച്ചാ അവിടെ. ഇങ്ങോട്ട് നോക്കിയ 2 ചേട്ടന്മാര് വെയിലൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടോ? ആ സൈക്കിളാ, സൈക്കിളേ. അവര് വീട് മാറി ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത വീട്ടിലോട്ട് പോവാ. ഒരു ടാറ്റയും കൂടെ കൊടുക്കുക, ചേട്ടന്മാര് ടാറ്റ തന്നില്ലേ. ചെന്നൈ ലെഫ്റ്റിലേക്ക് 158 കിലോമീറ്റർ, ചിറ്റൂർ 5 കിലോമീറ്റർ, ബാംഗ്ലൂർ 178. ഒരു ട്രാക്ടർ പോകുന്നുണ്ട്, അതിൽ ഫ്രണ്ടിൽ ബൈക്ക് ഉണ്ടല്ലോ. ബൈക്കൊക്കെ ഉണ്ട്. ബൈക്ക് അവിടെ ചെല്ലുമ്പം ആ ചേട്ടൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. വെല്ലൂര് 32 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കാഞ്ചീപുരം 87, ചെന്നൈ 156. ഇപ്പം നമ്മൾ NH4 കയറി കേട്ടോ, മുമ്പേ 140 ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ചെന്നൈ, നമുക്ക് നേരെ ആ ബസ് പോകുന്ന വഴിക്ക്. ചെല്ലാറാകുന്നുള്ളല്ലോ, അതിലേ പോയാ ചെല്ലത്തില്ല. വീട്ടിലോട്ടുള്ള വഴിക്കൂടെ പോകുന്നത്. വീട്ടിലോട്ടുള്ള വഴി ഇതാ. ഈ കാഞ്ചീപുരം പട്ടുസാരികൾക്ക് പ്രശസ്തി നേടിയൊരു സ്ഥലമാണ്. നമ്മൾ ബനാറസിലൊക്കെ ചെല്ലുമ്പോൾ ബനാറസി സാരിയല്ലേ എന്ന് പറഞ്ഞാൽ ബനാറസി സാരികൾക്ക് പ്രസിദ്ധമാണ്. അതുപോലെ കാഞ്ചീപുരം പട്ടുസാരികൾക്ക് പ്രസിദ്ധമാണ്. പിന്നെ ഇവിടെ 1000 ക്ഷേത്രങ്ങളുടെ നഗരമെന്നും അറിയപ്പെടും. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ, പഴയ ക്ഷേത്രങ്ങൾ. ഇതിപ്പോ കാഞ്ചീപുരം അല്ല, ഇത് ചിറ്റൂരാ. അതെ, ഞാൻ കാഞ്ചീപുരം ബോർഡ് കണ്ടപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചിറ്റൂര്. ഇനി നമ്മൾ വെല്ലൂരിലേക്ക്. അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച കാഞ്ചി കാമകോടി പീഠം കാഞ്ചീപുരത്താണ്. ഈ ശങ്കരാചാര്യ സ്വാമികൾ എവിടെ ചെന്നാലും ഉണ്ടല്ലോ. അതാ ഈ ചെറിയ പ്രായത്തില് 32 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ എത്ര മഠങ്ങൾ സ്ഥാപിച്ചു, എവിടെല്ലാം യാത്ര ചെയ്തു. അതെ, ആ സമയത്ത് അന്നത്തെ കാലത്ത് ഇന്ത്യയില് മൊത്തം കാൽനടയായിട്ട് 3 പ്രാവശ്യം കൊണ്ട് സഞ്ചരിച്ചിരുന്നു. ഇന്ത്യ മൊത്തം. വെറുതെ എവിടെ ചെന്നാലും കാണാം. ശ്രീനഗറിലേതല്ലേ അവിടെ മറ്റേ ദാൽ ലേക്കിന്റെ അവിടെ മുകളിലേക്ക് ആ മലയിലെ ഒരു ക്ഷേത്രമുണ്ട്, ശിവന്റെ ഒരു ക്ഷേത്രം. ബദ്രീനാഥിലെ ക്ഷേത്രം അതും അതെ. അതെ, നമ്മുടെ കാലടിക്കാരനാണ്. അതെ അതെ, നമ്മുടെ സ്വന്തം നാട്ടുകാരൻ. അച്ഛമ്മയും കൊച്ചായ ഉള്ളു ഗ്യാപില് ഉള്ളല്ലേ. അല്ല, കുഞ്ഞിക്കിളി ഇപ്പുറം ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കുഞ്ഞിക്കിളി ഇടന്നെന്ന് തോന്നുന്നു. വെല്ലൂർ ചിറ്റൂർ പ്രൈവറ്റ് ബസ് ആണ്, പ്രൈവറ്റ് ബസ്സാണ്. വെല്ലൂര് തമിഴ്നാടല്ലേ? വെല്ലൂര് തമിഴ്നാട്, ചിറ്റൂര് ആന്ധ്ര. ബോർഡറിന് കുറച്ച്, വെല്ലൂര് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ചിറ്റൂരിന് ഒരു 25-30 കിലോമീറ്റർ ആണ്, അത്രേ ഉള്ളൂ. വെല്ലൂർ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലുണ്ട്. കരോട്ട് പിടിച്ചിട്ട് ആരെ ഇടിക്കാനാ? അതിനാണോ കരാട്ട പഠിക്കുന്നത്? ഞാനോർത്ത് ചേച്ചുട്ടിയെ ഇടിക്കാൻ വേണ്ടിട്ടാന്ന്. കല്ലിലിടിച്ചു നോക്കാനാ? അപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയാം, വലത് തിരിഞ്ഞ് ഇടത് കേട്ടോ. വലത് തിരിഞ്ഞ് ഇടത്. പുറകിലൊരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, കാണുന്നില്ല. തിരിഞ്ഞ കണ്ടോ? ഓ, ഈ വഴി. ഇപ്പോഴാണോ ഓർമ്മ വന്നേ? ഇപ്പോഴാണോ മനസ്സിലായേ? നല്ല പുളിമരം നിൽക്കുന്നു, നല്ല തണലും. ഈ വണ്ടിയും ആന്ധ്രയിലെ പ്രൈവറ്റ് ബസ്സാ. ചിറ്റൂര് വെല്ലൂര് ഓടുന്ന വണ്ടികളാ. തിരുപ്പതിയൊക്കെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാങ്ങായും കരിമ്പും കടലയൊക്കെ ഇവിടുത്തെ പ്രധാന കൃഷികളാണ്. ചിറ്റൂരിൽ അതുപോലെ തന്നെ കുറെ ഗ്രാനൈറ്റ് കമ്പനികളും ഉണ്ട്. ആ ബ്ലാക്ക് സ്റ്റോൺ ഇല്ല, നമ്മള് കിച്ചണൊക്കെ ഇടുന്നേ, അതിന്റെ ഒരു വെറൈറ്റി സാധനം ഇവിടെ ഈ ചിറ്റൂരുള്ള ആ ബ്ലാക്ക്. ചിറ്റൂര് നല്ല മലനിരകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഒരു ഹിൽ സ്റ്റേഷനും ഉണ്ട്, കുതിരപ്പള്ളം. എന്നാ ഒരു പ്രാവശ്യം ഇനിയും വരുമ്പോ ഒന്ന് നമുക്ക് വന്ന് പോകാനും. ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കേടിയിട്ട് പോവാവോ? വീട്ടിൽ പോകണ്ടേ? സ്കൂളിൽ പോകണ്ടേ? ഈ ഹിൽ സ്റ്റേഷൻ ഇവിടെ അടുത്തല്ല, കുറെ ദൂരം ഉണ്ട് ഇവിടുന്ന്.
വെൽക്കം ടു തമിഴ്നാട്. ഉണ്ടോ? അപ്പം നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറി. അവര് മുന്നേ കയറി, നമ്മൾ പുറകെ കയറുന്നുള്ളൂ. തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റ് സ്റ്റാർട്ട്. വെൽക്കം യു. എന്താണ് അവര് നിർത്തുന്നേ? ആമേ അതുകൊണ്ട് ആരാ ഇരിക്കുന്നത്? അച്ഛമ്മ അതേ ഫ്രണ്ടിൽ ഇരിക്കുന്നു, കുഞ്ഞിക്കളി കിടന്ന് ഉറങ്ങുന്നു. ആന്ധ്രയിൽ ഇപ്പം ബോർഡർ ചെക്ക് പോസ്റ്റ് നിർത്തി. ബോർഡർ RTO ചെക്ക് പോസ്റ്റുകളൊക്കെ നിർത്തിയായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാടിൻ്റെ ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ്. ഇതുവരെ ബോർഡർ ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഒന്ന് പോയിട്ട് വാ. ഇത് ഞാൻ നോക്കട്ടെ. എന്റെ ഉണ്ടെങ്കിലേ എന്നതാ ഇത്? വണ്ടിയുടെയാ. ഇത് ലോലോടെ സാധനങ്ങളാ ഇതെല്ലാം. ഞാൻ നോക്കട്ടെ. എന്നെ നോക്കാൻ ഇതേ അവിടെ പോലീസുകാർ വിളിക്കുന്നുണ്ടെങ്കിൽ ഇതാ പോയിച്ചു വരട്ടെ. നിക്ക് ഞാനൊന്ന് നോക്കട്ടെ. പേപ്പറെല്ലാം കറക്റ്റ് ആണോ നോക്കുക. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടോ? ആ എന്നാ കൊടുക്ക്. ചേച്ചിയോട് പോയിട്ട് വരാൻ പറ. അങ്ങനല്ല, അത് പോ. ലൈസൻസ് ഒക്കെ എടുത്തോ? അത് ഫോണെ കാണിച്ചാൽ മതി. ആ ഫോണെ കാണിച്ചാലും മതി. കണ്ണാടി. ലൈസൻസ് ഒക്കെ ചോദിച്ചോ? ലൈസൻസ് ചോദിച്ചു. എന്താ ലോഡെന്ന് ചോദിച്ചു. പേപ്പർ നോക്കി പൊക്കോളാൻ പോയി. ആ എങ്ങനെയുണ്ട് വെയില്? വെയില് കുഴപ്പമില്ല. ആന്ധ്രയിൽ അത്ര ചൂടില്ലല്ലോ. അത്രയും ചൂട് ഇങ്ങോട്ട് കാണുകയല്ല. ചൂടില്ല. ഇപ്പോഴേ എനിക്ക് നല്ല ജലദോഷമാണ്. ഞാനൊന്ന് കിടന്ന ഒരു ശകലം നേരം ഉറങ്ങാം, മയങ്ങാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മയങ്ങാൻ. അതെ. കുറച്ച് മംഗോസ്റ്റും ഞാവലും കണ്ടോണ്ട് നിർത്തിയതാ. മംഗോസ്റ്റിന് ഭയങ്കര വില കുറവാണ്. 400 രൂപയുള്ളൂ കിലോ. നമ്മളവിടെ 250 രൂപ, 250 ഉള്ളൂ. ഞാവലിന് 300 രൂപ കിലോയ്ക്ക്. മംഗോസ്റ്റിനെ കേരളത്തിൽ നിന്ന് വരുന്ന, നാട്ടിൽ നിന്ന് വരുന്ന, അതാ ഇത്രയും വില. ക്രിസ്ത്യൻ പേട്ടൈ, ഈ സ്ഥലപ്പേര് ക്രിസ്ത്യൻ പേട്ടൈ എന്നാ. ഡാമി വരാഞ്ഞാ നന്നായി, ഭയങ്കര ചൂടായിരുന്നു. ആണോ? ഡാമിനെ കൊണ്ട് പോയതുകൊണ്ട് നമ്മള് വെയിലത്ത് പോയി കറുത്തു പട്ടേന്ന്. ആ പോട്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ? ഇതെന്നാ വില ഇവിടെ? അടിപൊളി. കണ്ടിട്ടും കഴിച്ചിട്ടില്ലേ? ആ കഴിച്ചിട്ടുണ്ടല്ലോ. ഇതേ എന്റെ കൈ മുഴുവൻ ഉറുമ്പ് കയറുന്നു. ഒന്ന് മറിക്കേ. ഇതുണ്ടോ? മറിക്കേ വെളിയിലോട്ട് കളയട്ടെ. ഇന്ന് വഴി വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. ഒരു തിരക്കില്ല. അങ്ങനെ നമ്മുടെ യാത്രയുടെ 34ാമത്തെ ദിവസമാണ് ഇന്ന്. വെല്ലൂര് 7 കിലോമീറ്റർ കൂടെ ഉള്ളൂ വെല്ലൂരിലേക്ക്. വെല്ലൂര് എന്നാൽ പിന്നെ നമ്മൾ 4 ലൈനിൽ കയറുക. ഇത് കാട്ട്പാടിയാണ്. കാട്ട്പാടി എന്ന് പറയുന്ന സ്ഥലം. ഇത് ഒരു സിംഗിൾ കാള വലിക്കുന്ന 4 വീലുള്ള വണ്ടി. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഡയോസിസ് ഓഫ് വെല്ലൂർ, കാട്ട്പാടി ചർച്ച്, കാട്ട്പാടി ജംഗ്ഷൻ. ദാമി എങ്ങോട്ട് നോക്കി? താഴെ ട്രെയിൻ കിടക്കുന്നുണ്ടോ? ഈ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷന് സൗത്ത് ഇന്ത്യയിലെ ഒരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ കാളവണ്ടി ഉണ്ടോ? 4 വീലുണ്ട്. അത് ടയറായിട്ടേക്കുന്നത്. ഒറ്റ കാളയേ ഉള്ളൂ വലിക്കാൻ. കാളയ്ക്ക് എളുപ്പമുണ്ടല്ലോ. പക്ഷെ ഒരാളേ ഉള്ളൂ. ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണല്ലോ. ആ നല്ല ടൗണാണ്. മിക്കവാറും തിരക്ക് ഇതിൽ കൂടുതൽ തിരക്കുണ്ടാകുന്നത് ഇവിടെ പകല് പോകുമ്പോൾ. ഇവിടെ കൊറേ കാളവണ്ടി ഉണ്ടല്ലേ? കാളവണ്ടി ഉണ്ട് ഇഷ്ടം. കാളയുടെ കൊമ്പുണ്ടോ? നല്ല കൊമ്പ്. സിൽക്ക് മിൽ. ഇവിടെ ഏതെങ്കിലും സിൽക്ക് മില്ല് ഉണ്ടായിരിക്കും. ഒരു കാളവണ്ടി കൂടെ പോകുന്നു. കാളവണ്ടി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഈ ടൈപ്പ് നമ്മ കാട്ട്പാടി. ഞങ്ങക്ക് നമ്മ അറിയത്തില്ലായിരുന്നു, കാട്ട്പാടി അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടായിരുന്നേ. ഞാൻ ചേച്ചി കാട്ട്പാടിയുടെ തമിഴായിരിക്കും. അതെ, നമ്മ കാട്ട്പാടി. പാലാർ നദി ഏത്? പാലും ഇല്ല വെള്ളവും ഇല്ല ഇവിടെ. പാലും വെള്ളവും ഒന്നുമില്ല, മണല് മാത്രം. അടുപ്പിച്ച് തന്നെ 3 പാലമുണ്ട്. അത് കാട് പിടിച്ചു കിടക്കുക അല്ലേ? അപ്പോൾ നമ്മൾ വെല്ലൂരെത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ചെന്നൈ, റൈറ്റിലേക്ക് പോയാൽ ബാംഗ്ലൂർ. മുംബൈ, സേലം, ബാംഗ്ലൂർ. നമുക്ക് റൈറ്റിലേക്ക്. ചെന്നൈക്കല്ല നമ്മൾ പോകുന്നത്. ചെന്നൈക്ക് പോകണേ അങ്ങോട്ട് പോകണമായിരുന്നു. നമ്മൾ വീട്ടിലോട്ടല്ലേ പോകുന്നത് ഇപ്പോൾ. ആ ചെന്നൈ പോണോ? പൊന്നിട്ട് ചോദിച്ചാൽ കൂട്ടിക്കൊണ്ട് പോണോ?
പൊന്നുചാച്ചയുടെ പരീക്ഷ കഴിഞ്ഞില്ല. പൊന്നുചാച്ച കൂട്ടാൻ മുത്തുചാച്ച പോയി കൂട്ടിക്കൊണ്ട് വരാന്നാ പറഞ്ഞേ. പോകുന്നുണ്ടോ? അല്ല വരുന്നില്ല, പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. പോകുന്നുണ്ടോ? നാളേക്ക് സ്കൂൾ തുറക്കല്ലേ, സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകണ്ടേ? എനിക്ക് പുതിയ ബാഗ് കിട്ടി, ബുക്ക് കിട്ടി, ഞാൻ പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞ് പഠിച്ചാൽ മതിയോ? അത് കുറച്ച് കഴിഞ്ഞ് പഠിച്ചാൽ മതി. അയ്യോ അവരെവിടെ? അവരൊക്കെ മുന്നേ പോയി. നമ്മളവിടെ നിർത്തിയില്ലേ അത് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്, അന്നേരം മുന്നേ പോയി. എന്ത് ലോറികളാണ് കിടക്കുന്നുണ്ടോ? കാലിവണ്ടികൾ എന്തേരെയാന്ന് നോക്കി. NH 48. അപ്പം നമ്മൾ കൃഷ്ണഗിരി വരെ ഈ NH 48 കൂടെ പോകും. അവിടുന്ന് നമ്മൾ NH 44 കയറും. പിന്നെ നമ്മൾ 544 കയറും. അതെ, പിന്നെ സേലത്ത് ചെല്ലുമ്പോൾ നമ്മൾ 544 കയറും. രാവിലെ തൊട്ട് ഫുള്ള് 4-ന്റെ കണക്കാണ്. അതെ അതെ, 4 കൂട്ടിയുള്ള 140, 140, 4, 48, 44, 544. എല്ലാം അങ്ങനെ 4 കൂട്ടിയുള്ള കളിയേ ഉള്ളൂ. ലോഡ് വണ്ടി പോകുന്നു. എല്ലാം ലൈറ്റ് ലോഡാ. വെല്ലൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ. നമ്മളെ കൃഷ്ണഗിരി എത്തി. വിശക്കാൻ തുടങ്ങി. നമുക്ക് ചോറുണ്ടല്ലോ എവിടുന്നേലും. കുറെ നേരം കട തപ്പാൻ തുടങ്ങിയിട്ട്. കൊച്ച ഫ്രണ്ടിൽ കട തപ്പി പോയിട്ടുണ്ട്. സേലം 113 കിലോമീറ്റർ, തൃശ്ശൂർ 57, ബാംഗ്ലൂർ 96. അച്ഛ നല്ല ഉറക്കമാണ്. ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങി. ദാമിക്കുട്ടി നല്ല ഉറക്കം. സേലം 110 കിലോമീറ്റർ. അപ്പം നമ്മളിവിടുന്ന് 44 കയറും. NH 44. NH 48 ഇറങ്ങി NH 44 കയറും. അപ്പം നമ്മളിനി കുറച്ച് ദൂരം NH 44 കൂടി. കൊച്ച എന്ത് കാണുന്നില്ലല്ലോ? കൊച്ച മുന്നിലുണ്ട്. കാറ്റാടി വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നു. ഇതെല്ലാം മുല്ലപ്പൂ വയ്ക്കാൻ നിൽക്കുന്ന അക്കമാരെ. ഇതെല്ലാം ഇഷ്ടം പോലെ മുല്ലത്തോട്ടമുണ്ട്. അതെ, ഒരു കടയൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ പുറയിലേക്ക് ഒതുക്കിക്കുന്നു. ഇവിടെ നല്ല മീൻ കിട്ടുന്ന കടകളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ മീനൂണ. അതെ, മീനും കൂട്ടി ചോറിന. ഇന്ന് ചെറിയൊരു തടിപ്പാല കേട്ടോ കുഞ്ഞിക്കിളി. ഇത് നിറച്ച് പോളെ. ഇവിടെ ഫിലോപ്പിയ പോലത്തെ മീനാണെന്ന് തോന്നുന്നത്. ഇവരേൽ ജിലേബി എന്ന് പറയുന്നത്. മീൻ കറിയും മീൻ വറുത്തതും രസവും ഉള്ളൂ, വേറെ കറികളൊന്നുമില്ല. മീൻകറി പുളിയ വേറെ ടേസ്റ്റ്, പക്ഷെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മീൻ കറിയാണ്. നല്ല മീൻ വറുത്തുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ജിലേബി വറുത്തവും കൂടെ പറഞ്ഞിട്ടുണ്ട്. വണ്ടി 2 കടയുടെ ഫ്രണ്ടിലായിട്ടായിട്ടെ, അതുകൊണ്ട് അവർ ആ കടയിൽ നിന്നാണ് കഴിച്ചേ. നമ്മളിവിടുന്ന് കഴിച്ചു. അതെ, അപ്പുറം കട കേട്ടോ, ഇഷ്ടംപോലെ മീനൂട്ടക്കടകളാണ്. ഈ സൈഡിൽ അപ്പുറം ഉണ്ട്. അങ്ങേറ്റം തൊട്ടേ ഉണ്ടായിരുന്നു കുറേ മീൻ കടകൾ. മീനൂട്ട ഇവിടെ അല്ല, അത് കർണാടകയിലല്ലേ? അതെ, ഇവിടെ മീൻ സാപ്പാട്. ആ എടാ, ഇവിടെ മീനും ചോറും ഇല്ലേ ഉള്ളായിരുന്നു. നീ എന്നെ ഓട്ടി കഴിച്ചു? ചോറും രസം ഉണ്ടായിരുന്നു. ഓ, ഞങ്ങൾക്ക് രസം ഉണ്ടായിരുന്നു. ഓ, രസം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. രസവും ചോറും ഉണ്ടെങ്കിൽ ചുമ്മാ ഉണ്ണാലോ. മീൻ കൂട്ടായിരുന്നു. നീ കൂട്ടിയില്ലേ? മഹാഭാവം. മത്സ്യം അവൻ ഇന്നലെ ചെമ്മീൻ വെച്ചത് കൂട്ടാ. അവൻ ചില മീനുകൾ കൂട്ടത്തില്ലെന്നേ ഉള്ളൂ. ചെമ്മീൻ വിദേശത്ത് നിന്ന് വന്നേ. പിന്നെ ഞങ്ങളത് ഇവിടുന്ന് ചിൽക്കാലേക്ക് നിന്ന് പിടിച്ചായിരുന്നു, വിദേശത്തെ അല്ല. കടൽ മീൻ ചെമ്മീൻ അല്ലായിരുന്നു. ചൊറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മീൻ സാപ്പാട് എപ്പടി ഇருக்கு? മീൻ സാപ്പാട് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. വറുത്തത് നല്ലതായിരുന്നു അല്ലേ? വറുത്ത നല്ല ടേസ്റ്റ് ആയിരുന്നു. കറിക്ക് ആ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 വണ്ടിയും റിസർവ് ആയിട്ടുണ്ട്. അപ്പം ഡീസൽ അടിക്കണം ഇനി. ഡീസലൊക്കെ അവിടുന്ന് റിസർവ് ആകുന്നതിന് മുമ്പ് അടിക്കാൻ മേലായിരുന്നോ? ഞങ്ങളുടെ ഡീസൽ വില ഷോർട്ടേജ് ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. മൊത്ത ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയി. ഇവിടെ ഇഷ്ടം പോലെ മുല്ലത്തോട്ടമുണ്ട്. മുല്ലപ്പൂ കൃഷി, കുറ്റിമുല്ല. അതിലെല്ലാം ഇഷ്ടം പോലെ മുട്ടുണ്ട്. രാവിലെ ഇവിടെ അമ്മയും മോനും മാത്രമേ ഉള്ളായിരുന്നല്ലോ. അമ്മ ഇത് നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. ഞങ്ങളെ ഉണ്ടായിരുന്നു. ഈ വണ്ടിയൊക്കെ ഉണ്ട്. ഈ ട്രാക്ടറെ കൊണ്ടുവന്നു മാമ്പഴം. പഴുത്തിട്ട് കാണുകയില്ല, തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നതാ. മുന്നിൽ ഒരു ട്രാക്ടറും കൂടെ ഉണ്ട്. ഇത് പഴുപ്പിച്ച് ഇതുപോലെയുള്ള സൈഡിലെ കടകളിലേക്കൊക്കെ കൊണ്ടുവരും. ഇപ്പോഴേ ഇവിടുന്ന് കുറച്ച് ഡീസൽ അടിക്കണം. ഇവിടെ ഡീസലിന് 101 രൂപ വിലയാ. നല്ല തീ വെയില. അതിൻ്റെ കൂടെ മഴ പെയ്യാൻ പോകുന്നു.
മഴയും വെയിലും കൂടെ കുറുക്കന്റെ കല്യാണം. ഓക്കെ, നല്ല അടിപൊളി മഴ. അടിപൊളി മഴ. തണുപ്പും ചൂടുവെള്ളം. ഇത്രയും നല്ല വെയിലത്തെ ഇതുപോലൊരു മഴ ആരും പ്രതീക്ഷിക്കില്ല. അതെ, നല്ല തെളിവായിരുന്നു. ആ, ഒരു ചെറിയൊരു മൂടൽ പോലും ഇല്ലായിരുന്നു. ആരെ കൊണ്ടുവരുന്നേ? ചേച്ചേട്ടേ. ആ, ഇത് ചേച്ചൂട്ടിയാണോ വണ്ടി ഓടിക്കുന്നേ? ചേച്ചോട്ടിയാണോ വണ്ടി ഓടിക്കുന്നത്? കൊച്ചിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. സുനേച്ച. ആ, എന്റെ പേര് മാറിപ്പോയി. ഓ, പേര് മാറിപ്പോയാണോ? ഇങ്ങോട്ട് കണ്ടോ, നല്ല വെയില്. മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ല. ചെറിയൊരു മോഡലുണ്ട് കേട്ടോ, ചിലപ്പോൾ പെയ്യുമായിരിക്കും. ഇതൊരു ട്രക്ക് പാർക്കിംഗ് ആണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. എല്ലാം തമിഴ്നാട് വണ്ടികൾ മാത്രമേ ഉള്ളൂ. തടിയൊക്കെ വരുന്നല്ല, പഴുതടിയാണ്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ, എത്ര ലോഡ് ഉണ്ടെന്ന് നോക്കിയുണ്ട്. ഫ്രണ്ടിലും ഉണ്ട്. വലിയ വണ്ണമുള്ള തടികളുമാണ്. പാലക്കാട് വഴി പോകുന്ന ഹൈവേയാ. ഇതേ പോയാലും നമുക്ക് അതിലെ കയറി പോയാലും നമുക്ക് ബാംഗ്ലൂർ ചെല്ലാം. ഇവിടെ എന്നെ തിരക്കാൻ നോക്കി ടോളില്. ഇതെല്ലാം നമ്മുടെ തൊപ്പൂർ ഘാട്ട് ഇറങ്ങാൻ നിൽക്കുന്ന വണ്ടികളാണ്. സാധാരണ ഇവിടെ ഇത്രയും തിരക്ക് വരുന്നതല്ല, എന്താണെന്നറിയില്ല. എത്ര ലൈൻ ഉണ്ടല്ലേ? ആ, എത്ര ലൈനുണ്ട്? പാളയം ടോൾ പ്ലാസ 6 ലൈൻ ഉണ്ട്. ഇങ്ങോട്ടുള്ള ലൈനും എന്ത് വണ്ടി കിടക്കുന്നെന്ന് നോക്കിയേ. ടോളിലെ തിരക്ക. ഒരു ദിവസം എന്തോരം വണ്ടികൾ പോകുന്നുണ്ടല്ലേ അന്നേരം. കേരളത്തിലോട്ടുള്ള പച്ചക്കറിയായി പോന്നെ. എത്ര കാറ്റാടി വണ്ടി കിടക്കുന്നെന്ന് നോക്കിയേ. ഇതുവഴി വരുമ്പോ ഇഷ്ടം പോലെ കാറ്റാടി വണ്ടി കാണാം. ഇതെല്ലാം രാത്രി തിരക്ക് കുറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടേക്കുന്ന. കൊച്ചി 424 കിലോമീറ്റർ. കൊച്ചി ബോർഡൊക്കെ കണ്ടു തുടങ്ങി. അതെ, സേലം 47. തൊപ്പൂർ റിസർവ് ഫോറസ്റ്റ്. ഇപ്പൊ നമ്മൾ ഇനി തൊപ്പൂർ ഘാട്ട് ഇറങ്ങാൻ പോവാ. ആ, അപ്പൊ വീട്ടിൽ പോണ്ടേ? വീട്ടിലോട്ടാ തൊപ്പൂർ ഘാട്ട് ഇറങ്ങി വീട്ടിലോട്ടാ പോകുന്നത്. തൊപ്പൂർ ഘാട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘാട്ടായിരുന്നു. അപ്പോൾ അത് വീതി കൂട്ടിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു. ഇവിടെയാണ് എപ്പോഴും വിളിച്ചു പറയുന്ന. അതെ, അനൗൺസ് ചെയ്യും. പോലീസുകാർ അവിടെ ഇരുന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പതുക്കെ ഇറങ്ങിപ്പോണം, വലിയ ഗിയറിൽ ഇറങ്ങിപ്പോണം എന്നൊക്കെ പറഞ്ഞ്. ഇത് വേറെ ഒരിടത്തും കണ്ടിട്ടില്ല, ഇവിടെയാ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? അതെ അതെ. അണ്ട് ആ പണിത് വരുന്ന എലിവേറ്റഡ് ഹൈവേ അങ്ങ് താഴേന്ന് വണ്ടികളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് തന്നെ പതുക്കെ കയറി വരുന്നത്. ഇതുണ്ടോ, വലിയ പണിയാ നടക്കുന്നത്. ഇനി പുതിയ റോഡ് ഇതിലേ ആയിരിക്കും അത്, ഇത്രയും മോളിൽ കൂടെ. വർക്ക് പെട്ടെന്ന് നടക്കുന്നുണ്ട് അല്ലേ? നല്ല സ്പീഡിൽ പണി നടക്കുന്നുണ്ട്. സിപ്പ് ലൈൻ അല്ല അത്. സിപ്പ് ലൈനാ? സിപ്പ് ലൈൻ അല്ല, സിപ്പ് ലൈൻ അല്ല, അത് റോഡ് പണിയുന്ന പുതിയ. ഇവിടെ എല്ലാം എന്നാ പച്ചപ്പാന്ന് നോക്കി. മഴ പെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. ഏത് പടം? ചെവിക്ക് ചെറിയ കേൾവിക്കുറവുണ്ടെന്ന് തോന്നുന്നു. പ്രായമൊക്കെ ആയില്ലേ? ജലദോഷം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. നല്ല അച്ചമ്മയോ? ഇതുണ്ടോ, മോളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വണ്ടി ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടോ? ആന്ധ്ര വണ്ടിയാ. അതെ, ഇടിച്ച് അപ്പുറത്തോട്ട് പോയി. എവിടെ? അതിന്റെ മുകളിലൊന്നും കയറാൻ പറ്റില്ല. അത് റോഡ് പണിയുന്ന, പാലം പണിയുന്ന, വലിയ പാലം പണിയുന്ന. പാലം പണിത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ വണ്ടിയെ പോകും. ആ, രാമക്കുട്ടി നോക്കിയപ്പോ നല്ല രസമുണ്ട് കാണാന്. ക്രെയിൻ. ആ, വണ്ടിയെ ക്രെയിൻ പിടിപ്പിച്ചേക്കുന്ന. തൊപ്പൂർ സേലം, തൊപ്പൂര് ഗ്രാമം അപ്പറയാ നമുക്ക്. ആ, ഞാൻ തൊപ്പൂര്. ഇതവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങോട്ട് വിടാവോ? ഇതിപ്പോ ആരെ വിടും? ഇതിപ്പോ ആരെ വിടൂന്ന്? എന്നെ വിട്ടാ മതി. ഇവിടെ എല്ലാം നല്ല രസമാണ് കാണാന്. ധാരാളം കൃഷികളൊക്കെ ഉണ്ട്. ഇതുണ്ടോ എത്ര കാറ്റാടി വണ്ടി കിടക്കുന്നതെന്ന് നോക്കിയേ. കാറ്റാടി വണ്ടിക്കാരുടെ ഒരു താവളമായത് എപ്പോഴും നമ്മൾ കാണാം. സേലം എയർപോർട്ട് ലെഫ്റ്റിലേക്ക്.
ചെല്ലാറാവുന്നു. ഇതെന്താ ഫൈറ്റാണ് വെച്ചേക്കുന്ന പടം? ഏതാ? ഫ്ലൈറ്റിന്റെ പടം എന്താ? അവിടെ എയർപോർട്ട് ഉണ്ട്, എയർപോർട്ട്. ഒരു ചായ കുടിച്ചിട്ട് പോകാനായിട്ട് നിർത്തിയത്. എല്ലാവർക്കും ഒന്നും ചായ വേണ്ട, രാജേഷിന് ഒരു ചായ വേണമെന്ന് പറഞ്ഞു. ചേട്ടായിക്കും വേണം. ഞാനൊരു ചെറിയൊരു ചായ കുടിക്കാം. ആ, നല്ല ഉഴുന്നോടെ ഉണ്ടേ കഴിക്കായിരുന്നു. നോക്കാം. സേലമായി, സേലം. എല്ലാവരും ഓരോ കാപ്പിയൊക്കെ കുടിച്ചു. അപ്പം ഇനിയിപ്പോൾ വലിയ സമയമൊന്നും കളയാതെ നമുക്കങ്ങ് പോവാണേ വെളുപ്പിനെ വീട്ടിൽ ചെല്ലാം. വെളുപ്പിനെ വീട്ടിലെത്താം. ആ, നേരെ പോയേക്കാം. ഇനി നേരെ പോയേക്കാം. ഇടയ്ക്ക് ആകാശിനെ ഇറക്കി വിടണം. വണ്ടിയും ആകാശിനെയും കൂടെ ഒരിടത്ത് ഇറക്കണം, പാലക്കാട്. അതെ, പാലക്കാടിനാ ലോഡ്. ആ, മുത്ത് മാത്രം ചായ കുടിക്കാൻ വന്നില്ല, നല്ല ഉറക്കമാണ്. ഇനി വേണമെങ്കിൽ കുറച്ചേ നമുക്ക് 66-ൽ പോവാം. ആ, അതന്നെ, കുറച്ച് വെള്ളം എടുക്കണം ഇതിന്. മുറ്റത്ത് കിടന്ന് ഉറങ്ങാണ്. അച്ഛനാണ് വണ്ടി ഓടിച്ചത്. ചേച്ചിയുടെ കാടവണ്ടിയൊക്കെ ആയിട്ട് പോയി. ചേച്ചിയുടെ പറ്റിച്ച് ഞാൻ ജോലോലെ കയറി. ചേച്ചിട്ട് ഞങ്ങൾ പറ്റിച്ചിന്ന. ഞാൻ കുറച്ചേടെ കളിച്ചാൻ പോകും. എന്റെ ജ്യൂസ് കിട്ടിയപ്പോ മുട്ട കിട്ടി. ജ്യൂസ് കുടിച്ചപ്പോ മുത്ത് കിട്ടി. ആ, ഇത് മുത്തല്ല, ഗോലിയാ. ഗേലി ഗോലി, ഗോലി. ഗോലി ആ, ഗോലി. വട്ട വട്ട. കളിച്ചട്ടെ. ആ, കടിച്ചു. അച്ഛാ പാവക്ക കളിച്ചണേ. ഞാൻ വീഴുവേ. മുറ്റത്ത് കിടന്ന് ഉറങ്ങുക. അപ്പം ഇനിയിപ്പം ഈ ട്രിപ്പ് ചെല്ലുമ്പോ വേണം നമ്മുടെ മെയിൻ ഡ്രൈവറെ ഫുൾ സർവീസിനൊന്ന് കയറണം. വർക്ക്ഷോപ്പിൽ അതെ, 2-3 മാസമായി കയറ്റാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കയറാൻ പറ്റിയില്ല. വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യുന്ന പോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം, അല്ലെ പണി മുടക്കും. നമ്മൾ ത്രിപുരയ്ക്ക് പോയപ്പോൾ തൊട്ട് എനിക്ക് നടുവിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നടുവേദനയും പിന്നെ വലത്തെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത്രയും നാളും ഇങ്ങനെ പോയി. അപ്പോൾ ഇടയ്ക്കൊന്ന് MRI ഒക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. MRI എടുത്തപ്പം ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്. അതെല്ലാവർക്കും പ്രായമാകുമ്പോൾ മരുന്നാ. ആഹാ, ഇത് പ്രായത്തിൻ്റെ അല്ല. അപ്പോൾ ത്രിപുരയ്ക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ചേട്ടനും അനിയനും കൂടെ ഒരു ബ്രോഡ് ട്രിപ്പ് പോയി മുംബൈക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഹിമാചൽ രാജസ്ഥാൻ പോയി കാരവനിൽ എല്ലാവരും കൂടെ. അപ്പം അതും എല്ലാവരും കൂടെ പോയതുകൊണ്ട് ആ ട്രിപ്പും ഞാനും ഉണ്ടായിരുന്നു. മാറ്റി വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഇന്നലെയാണ് നിലമ്പൂരിൽ നിന്ന് തേക്കുംകൊണ്ടടി ലോഡായത്. 3 വണ്ടി ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് പിന്നെ ആ ട്രിപ്പും പോയി. ഗുജറാത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോയി. പിന്നെ ഗുജറാത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഗവിയൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാഠ്മണ്ഡു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാഠ്മണ്ഡുവിന് ലോഡ് വരും. അന്നേരം കാഠ്മണ്ഡു പോകാത്ത സ്ഥലമായതുകൊണ്ട് കാഠ്മണ്ഡു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോറിയും കൊണ്ട് പോയിട്ടില്ല നമ്മൾ. അതുകൊണ്ട് വീണ്ടും മാറ്റി വെച്ച് കാഠ്മണ്ഡുവിന് പോയി. പോയി ഇപ്പം ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ കയറാതെ പറ്റത്തില്ല. ഇനി അല്ലെങ്കിൽ ഞാൻ ഇനി സ്ഥിരമായിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കേണ്ടി വരും. അപ്പോൾ കാഠ്മണ്ഡു ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് വെക്കേഷന് എല്ലാവരും കൂടെ കാരവനുമായിട്ട് അടുത്ത ഫാമിലി ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അതും സിക്കിമിലേക്ക്. അത് നമ്മൾ സിക്കിമും പോയിട്ടില്ല. അപ്പോൾ പിന്നെ പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അവിടെയും വർക്ക്ഷോപ്പിൽ കയറാതെ നേരെ നമ്മളിപ്പം മേഘാലയം സിക്കിമൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നിട്ട് ഉടനെ തന്നെ വർക്ക്ഷോപ്പിലേക്ക് കയറും. ഇനിയൊക്കെ ഏറ്റാതെ ശരിയാകത്തില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പ് വണ്ടിയൊന്നും ഓടിക്കാഞ്ഞത്. അന്നേരം ഒരു ട്രിപ്പ് കൂടെ മാറ്റി വെക്കും അല്ലേ? ഇല്ല, ഇനി മാറ്റി വെക്കത്തില്ല. ഞാൻ ഈ ട്രിപ്പൊന്നും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല, കാലുവേദന കാരണം. കാലിന് ഭയങ്കര വേദനയാണ്, കാലിനും നടുവിനും. അപ്പോൾ എൻ്റെ നട്ടലിൻ്റെ 2 ഡിസ്കിന് ബൾജുണ്ട്. പിന്നെ കാലിലേക്ക് മരപ്പും വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്നിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കയറും. ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഒരു 1.5 മാസം. അപ്പോൾ ആരെ ഇനി വണ്ടിയിലൊക്കെ വിടുന്നത്? ഈ വേദനയൊക്കെ സഹിച്ചാൽ ഇത്ര ട്രിപ്പ് വന്നത്. അതെ, നല്ല വേദനയാണ്, കാലിന് ഭയങ്കര വേദന എനിക്ക്. കാഠ്മണ്ഡു ഒക്കെ പോകാൻ പിന്നെ അന്നേരം വണ്ടിയും കൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടുണ്ട് ലോഡ് കിട്ടുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വന്നു കുറേ ട്രിപ്പ്. അപ്പോൾ ഈ ട്രിപ്പ് എന്നാണെങ്കിലും സർവീസ് കയറ്റുക. ഫുൾ സർവീസ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി. 1.5 മാസം എടുക്കുമായിരിക്കും. ഇടയ്ക്ക് നിങ്ങൾ മാറി വണ്ടിയിലൊക്കെ പൊക്കോ. ഡാഷ് ഇങ്ങനെ പോകാൻ വെമ്പി നിൽക്കുക. സൂര്യൻ ഡാഷ് ഇവിടെ പൊക്കോളാന്നും പറഞ്ഞിട്ട്. പിന്നെ സ്കൂൾ തുറക്കല്ലേ ഇപ്പം. അമ്മയുണ്ടല്ലോ, അമ്മയുണ്ട്, മുത്തുച്ചാച്ച ഉണ്ട്, ഈ പൊന്നുച്ചാച്ച വരുന്നു. ആരൊക്കെ ഉണ്ട്? വൈകിട്ടത്തെ ഫുഡ് കഴിക്കണ്ടേ? കഴിച്ചൊക്കെ എവിടെ നിർത്താം. ഇന്നലത്തെ ചെമ്മീൻ കറിയും അയലക്കറിയും ഒക്കെ ഇരിപ്പുണ്ട്. ഈ ഉറങ്ങല്ലേ, കഴിച്ചിട്ടേ ഇറങ്ങുള്ളൂ. വേണ്ട. അപ്പം ഞങ്ങൾ ഓരോ കൊത്തു പൊറോട്ടയാണ് പകർന്നു നിൽക്കുന്നത്. അത് ഇതുവരെ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും പൊറോട്ടയും പറഞ്ഞു.
പൊറോട്ട, സാമ്പാർ, ചട്നി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വെരി വെച്ചു. നല്ല തിരക്കാട്ടോ ഉള്ളിലൊക്കെ ഇപ്പം. അതെ. അപ്പോഴേ ഞാൻ 66 പോയി കിടക്കാം. ഉറക്കം വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. കോയമ്പത്തൂരിന് അടുക്കാറായില്ലേ, കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. അതിന് ഇതേ കിടന്ന് ഉറക്കം വരികയല്ലേ? അതേ കിടന്ന് ഉറങ്ങുന്ന ഇച്ചിരുടെ സുഖം. അത് ശരിയാ, വലിയ കുലുക്കമൊന്നുമില്ല. നല്ല അതെ. നമ്മുടെ ലോഡ് പാലക്കാടിനല്ലേ? അതെ അതെ അതെ. അപ്പം തന്നെ കൊണ്ട് ഇറക്കുവോ? പിന്നെ ഞാൻ തന്നെ കൊണ്ട് ഇറങ്ങിക്കോളാം. ആണോ? പേടിയുണ്ടോ? എന്നാത്തിന്? അല്ല, കൂട്ട് വേണോന്ന് ചോദിച്ചാ? ഓ വേണ്ട. ഇല്ലല്ലേ? ഇത് തട്ടി തോളെ കയറ്റാനുള്ള കേസറ്റേ ഉള്ളൂ. തട്ടി തോളെ കയറ്റാനുള്ള കേസറ്റേ ഉള്ളൂ. എന്നത് ലോഡോ? നീ തന്നെ പോയി ഇറക്കി വെക്കുവോ? അല്ല, ഇറക്കുന്നവരെ ഇറക്കിക്കോളൂ. നമ്മൾ വടതാവണക്ക് മാറ്റി തോളൊക്കെ ഇരുന്ന കാര്യം ചോദിച്ചേ. അല്ല, ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതെന്ന് പറയായിരുന്നു. അതൊക്കെ നമുക്ക് എന്നാ അല്ല നിസ്സാരം. അപ്പൊ നീണ്ട 35 ദിവസങ്ങൾക്ക് ശേഷം നമ്മളിത് കേരളത്തിലേക്ക് കയറി. കൊച്ചി 154, പാലക്കാട് 22 കിലോമീറ്റർ. അപ്പം പതുക്കെ ലോഡൊക്കെ ഇറക്കിയിട്ടേ വന്നേരെ. അപ്പൊ ഞങ്ങള് പതുക്കെ അങ്ങ് നീങ്ങാം. ആയിക്കോട്ടെ. ഓക്കെ എന്നാ. എടുക്കാണോ? മുദ്ര വിളിക്കുന്നില്ലേ? കുറച്ചുകൂടെ പോവോ? അപ്പഴേ ഞാനെന്നാ കയറി കിടക്കാം. കിടന്നോ? ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നില്ല. ഉറക്കം വരികയാണെങ്കിൽ മുദ്ര വിളിക്കാം. അപ്പൊ നമ്മള് വടക്കഞ്ചേരി കഴിഞ്ഞു. നൈറ്റ് ഷിഫ്റ്റ് അടുത്ത ആള് കയറി. ഉറക്കമൊക്കെ സുഖമായിട്ട് ഇറങ്ങിയോ? സുഖമായിട്ട് ഇറങ്ങി. അപ്പൊ എന്നാ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. വീട്ടിൽ ചെല്ലാറാകുമ്പോ വിളിച്ചേക്കാം. കിടന്നോ? ആയിക്കോട്ടെ. എല്ലാവരും നല്ല ഉറക്കമോ, ഒന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് നമ്മുടെ 35ാമത്തെ ദിവസമാണ്. സമയം രാവിലെ 6:45. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് മൊത്തം 8372 കിലോമീറ്റർ ഓടി നമ്മുടെ ഈ കാരവണ്ടി. രാമക്കുട്ടി മാത്രം എണീറ്റിട്ടില്ല, ബാക്കി എല്ലാവരും എണീറ്റിട്ട് രാജേഷ് മൊത്തം മുറിയിലോട്ട് കയറിപ്പോയി. അവർ രണ്ടുപേരും രാത്രി മാറി മാറി ഓടിച്ചത്. ഇവിടെ നല്ല മഴയായിരുന്നു അല്ലേ? അയ്യോ, ഭയങ്കര മഴ. ഇന്നലെ ഒന്നും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. ആണോ? നല്ല മഴയായിരുന്നു. രാമക്കുട്ടിയെ കൂടെ വിളിച്ചേൽപ്പിച്ചോണ്ട് വരാം. ഉണർന്ന കിടക്കായിരുന്നു, ഇടയ്ക്കൊന്ന് ഉണർന്നായിരുന്നു. അച്ഛമ്മേ മടുത്തോ? ചെറുതായിട്ട് മടുത്തോ? എന്നാൽ പോയി കുളിച്ച് ക്ഷീണമൊക്കെ മാറ്റി കാപ്പിയൊക്കെ കുടിക്കാം അല്ലേ? ഞാൻ ഇനിയും ഇന്നോച്ചടെ ആന്റിയമ്മയുടെ കൂടെ കിടക്കുന്ന കേട്ടോ. അതെ, ഉണ്ടോ? ഞങ്ങൾക്ക് ഇനി അടുത്ത വെക്കേഷൻ ടൂർ പോകേണ്ടതല്ലേ? LKG പോണം. എന്തേ ഞങ്ങളുടെ യൂണിഫോം ഒക്കെ എന്തെന്ന് ചോദിച്ചേ? ശരിയാണല്ലോ. എന്നും വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് യൂണിഫോം കാണാനല്ലോ പരിപാടി. ബുക്കൊക്കെ അവിടെ എടുത്ത് വെച്ചായിരുന്നു. ഞാൻ വന്നിട്ട് പഠിച്ചു തീർത്തോളാന്നാ പറഞ്ഞത്. ഇനിയിപ്പോ അമ്മയുടെ ഒരു തൊട്ടി. അതെ, ഫേക്കാ. ഇന്നലെ പറഞ്ഞു നാളെ തൊട്ട് ഞാൻ ഇനി അച്ഛയുടെ അമ്മയുടെ കൂടെ കിടക്കുന്നത്. രാവിലെ അങ്ങനെയല്ല പറഞ്ഞു, ഇപ്പൊ അതൊക്കെ മാറി ഞങ്ങളുടെ കൂടെ കിടക്കുന്നതെന്നാ പറഞ്ഞു. ആണോ? ആന്റിയമ്മയുടെ കൂടെ നടക്കുന്നേ? അല്ല, എനിക്ക് കാല് മാറാൻ സമയമൊന്നും വേണ്ട. ഇനിയിപ്പോ എന്റെ അടുത്ത യാത്ര വെക്കേഷനേ ഉള്ളൂ. അപ്പൊ വീണ്ടും കാണാം. ബൈ ബൈ. വീണ്ടും കാണാം. ബൈ ബൈ. ബൈ ബൈ.